ഹായ് ഓൾ, വെൽക്കം ടു അഡ 24/7. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ തുടക്കക്കാർക്കും കൂടുതൽ മാർക്ക് നേടാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ പി എസ് സി എന്ന് പറയുന്ന വലിയൊരു സാഗരത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒത്തിരി നിങ്ങൾക്ക് പോസിറ്റീവിനെക്കാളും കൂടുതൽ നെഗറ്റീവ്സ് കേൾക്കും. അപ്പോൾ നമ്മൾ എക്സാമൊക്കെ എഴുതാണ്ടിരിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും പറയും PSC എഴുതണം, ഒരു സർക്കാർ ജോലി വാങ്ങണം, ഗവൺമെൻറ് ജോലി വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സാമിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മൾ 1-2 എക്സാം എഴുതുന്നു. നമുക്ക് എക്സാമിന് അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങളൊന്നും അറിയാതെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്തും ഈ പറഞ്ഞ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത ആൾക്കാർ ഡീമോട്ടിവേഷൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ആ സമയത്തായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ അവർ നമ്മൾ മാക്സിമം ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അയ്യോ അത് ചെയ്താൽ ശരിയാവില്ല, ഇത് ചെയ്ത് ശരിയാവില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ എന്തായിരുന്നു അവിടെ ഉണ്ടാവുകയാണ്. ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ നമുക്ക് മോട്ടിവേഷൻ തന്ന ആൾക്കാരെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. ഒരു PSC എക്സാം എഴുതാൻ പോകുന്ന ഒരു ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഒത്തിരി സാഹചര്യങ്ങൾ നമ്മൾ തരണം ചെയ്യണം. നമ്മൾ സാധാരണ സിനിമയിൽ പറയില്ലേ, ഇതിനപ്പുറവും ചാടിക്കടന്ന വന്ന ആൾക്കാരാണ് PSC ആസ്പിരന്റ് എന്ന്. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ എല്ലാവരും സ്പോർട്സ്മാൻ സ്പിരിറ്റിലായിരിക്കണം. പറയുന്നവരൊക്കെ പറഞ്ഞിട്ട് പോവും. നമ്മുടെ ലക്ഷ്യമാണ്, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മളാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ടാവും, കാര്യമാക്കണ്ട. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഗോളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇന്ന ഒരു പരീക്ഷ ഞാൻ നേടിയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോലിയിൽ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ എത്തിയിരിക്കും എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ബോധ്യത്തിലൂടെ നിങ്ങൾ നടന്ന് നീങ്ങണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഉണ്ടാവും അല്ലേ, എപ്പോഴും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് എങ്ങനെ കുറേ ഡിസ്ട്രാക്ഷൻസ് വരും. ഒരു PSC പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് വരും. എത്ര ഡിസ്ട്രാക്ഷൻസ് വന്നാലും നമ്മൾ ഈ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കൂടെ ഇതിനൊക്കെ ശ്രമിക്കാൻ വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാക്സിമം ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നിങ്ങളുടെ ഗോളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നവരൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ ഗോളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നോക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ സിലബസ് മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ്. നിങ്ങൾ എത്രത്തോളം സിലബസ് മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത്. കാരണം സിലബസ് മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു, ഇപ്പോൾ പല PSC പഠിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ കുറേ പേരിന് ഉപദേശം കേൾക്കും, അത് പഠിക്കണം ഇത് പഠിക്കണം. നിങ്ങൾ അതൊന്നും കേൾക്കണ്ട. ഞാൻ ഉൾപ്പെടെ പറയുന്നത് കേട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കേരള PSCയുടെ ഒരു സിലബസ് ഉണ്ടാവും. ഏതൊരു എക്സാമിനും സിലബസ് ഉണ്ടാവും. വരാൻ പോകുന്ന എക്സാം ആണെങ്കിൽ മുൻ വർഷത്തെ സിലബസ് ഉണ്ടാവും. അതെടുത്ത് നോക്കുക. എങ്ങനെയാണ് സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ എത്ര മാർക്കിനാണ് വരുന്നത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് പഠനം തുടങ്ങുക. ഓക്കെ, സിലബസ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ ആദ്യം സിലബസ് മനസ്സിലാക്കുക. സിലബസ് മനസ്സിലായതിന് ശേഷം റിസോഴ്സസ് എടുക്കുക. അതായത് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, ഈ മനസ്സിലാക്കിയ സിലബസ് എവിടെ നിന്നാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ മനസ്സിലാക്കിയ സിലബസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് SCRT നമുക്ക് പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ SCRT അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SSCRT എന്ന് പറയുന്നത്, അതുപോലെ RT എന്ന് പറയുന്നത്, അതുപോലെ തന്നെ NCRT. അപ്പോൾ NCRTയും NCRTയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് NCRT നമ്മൾ നോക്കുവാണെങ്കിൽ +1 +2 NCRT, SCRT, അതുപോലെ തന്നെ PYQs. ഓക്കെ, PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, പ്രത്യേകിച്ചും നമ്മൾ ഏത് വർഷമാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു വർഷത്തിൽ. ഇപ്പോൾ 2024 ആണെങ്കിൽ 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. കാരണം PSCയുടെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാറും, ഇടയ്ക്കിടയ്ക്ക് മാറും. അപ്പോൾ ആ മാറുന്ന പാറ്റേൺ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി 10 വർഷം മുൻപേ ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് കാര്യമില്ല. റീസെൻ്റ് ആയിട്ട് PSC നടത്തുന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കണം. ആ ഒരു രീതിയിലാണ് കൃത്യമായിട്ട് റിസോഴ്സസ് നിങ്ങൾ കണ്ടുപിടിക്കുക. അല്ലാതെ നിങ്ങൾക്ക് സിലബസ് കണ്ടുപിടിച്ച് നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രമല്ല, നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അതൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ അവസാനം ഇനി ഇത് തെരഞ്ഞിട്ട് നമ്മൾ കുറേ നടക്കേണ്ടി വരും. അങ്ങനെ ആവരുത്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, എന്തൊക്കെ റിസോഴ്സസ് എനിക്ക് വേണം എന്നുള്ള കാര്യം. എന്നിട്ട് വേണം നമ്മൾ പഠിക്കാനിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കാരണം 2 ദിവസം പഠിച്ചു, 3-ാമത്തെ ദിവസം പഠിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ തന്നെ സാധാരണ കേട്ടില്ലേ, 21 ദിവസം
21 ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുള്ളൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ 21 ദിവസമെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആക്കാൻ പറ്റണം. അതായത് ഇത് പഠിക്കുക എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആണെങ്കിലും മിക്കവർക്കും ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് പഠിക്കുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഈ ബോറിംഗ് ആയിട്ടുള്ള പരിപാടി നമ്മൾ ചെയ്യണം. നമുക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പിന്നെയും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് വേറെ ഒരു നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എന്തായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ആവുന്നത്. അപ്പം കൃത്യമായിട്ട് ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് PSC അതിലേക്ക് എത്താൻ പറ്റുള്ളൂ, നമ്മുടെ ഗോളിലേക്ക്, ഫൈനൽ ഗോൾ, നമുക്കൊരു ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്ന ഫൈനൽ ഗോളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഒരു പെർട്ടിക്കുലർ എക്സാം മാത്രം എഴുതുക അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ തുടക്കക്കാരല്ലേ, നിങ്ങൾ എല്ലാ എക്സാമും എഴുതാൻ നോക്കുക, എല്ലാ എക്സാമും എഴുതാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ PSC അറിയാന്നുള്ളതാണ്. PSCയെ പുറത്തു നിന്നിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല, അകത്തുനിന്ന് തന്നെ അറിയണം. ആ ഹോട്ട് സീറ്റിൽ എക്സാം എഴുതുന്ന സമയത്ത് ഇത്ര മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ പഠിച്ചതൊക്കെ എക്സാം ഹോളിൽ പോയിട്ട് ഓർമ്മ വരുന്നുണ്ടോ എന്നാണെങ്കിൽ PSC എഴുതിയിട്ട് തന്നെ പഠിക്കണം. PSC നിങ്ങൾ എഴുതണം, ഏതൊരു എക്സാമും ആണെങ്കിലും എഴുതണം. ഇപ്പോൾ PSC മാത്രമല്ല കേട്ടോ, ഇപ്പോൾ SSC ആണെങ്കിലും RRB ആണെങ്കിലും നിങ്ങൾക്ക് മുൻപിൽ വരുന്ന എക്സാം എല്ലാം നിങ്ങൾ എഴുതാൻ നോക്കുക. ഇതിലൊക്കെ കോമൺ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നേ. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും എവിടെ പഠിച്ചാണെങ്കിലും വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇനി ഇതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അവിടെ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ കോഴ്സിന് ജോയിൻ ചെയ്യുന്നവരെല്ലാവരും Y681 എന്ന കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ദീപാവലി സെയിൽ നടക്കുകയാണ് നമ്മുടെ. അപ്പോൾ ഇന്ന് ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും 27% ഓഫർ വരുന്നത് കേട്ടോ, പ്രൈസ് ഡ്രോപ്പും വരുന്നുണ്ട്. ഇനി നിങ്ങൾ SSC, PSC, അതുപോലെ തന്നെ RRB എല്ലാ എക്സാമിനും കൂടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മെഗാ പാക്ക് നമുക്ക് ഉണ്ട് കേട്ടോ. ഒരു മെഗാ പാക്ക് ഉണ്ട്. ഈ മെഗാ പാക്ക് പർച്ചേസ് ചെയ്യുന്നതിലൂടെ എന്താ വെച്ചാൽ നമുക്ക് കേരള PSCയുടെ എല്ലാ എക്സാമും SSCയും, അതായത് CGL, MTS, CHSL, ബാങ്ക്, ഹൈക്കോർട്ട്, അങ്ങനെ ഏതൊരു എക്സാം ആണെങ്കിലും എന്തായിരുന്നു നിങ്ങൾക്ക് ഈ ഒറ്റൊരു മെഗാ പാക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ 1 year ആണ് വാലിഡിറ്റി കിട്ടുക കേട്ടോ. സാധാരണ രീതിയിൽ 1 year വാലിഡിറ്റി ആണ് ലഭിക്കുന്നത്. പക്ഷേ ഇതെന്തായിരുന്നു, നമുക്ക് സെയിൽ ആയതുകൊണ്ട് 1 year കൂടി എക്സ്ട്രാ കിട്ടും. അതായത് 2 years വാലിഡിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് 2 years ആണ് വാലിഡിറ്റി കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി Y681 എന്ന കൂപ്പൺ കോഡ് കൂടി ഉപയോഗിക്കുക. Y681 എന്ന കൂപ്പൺ കോഡ് കൂടി ഉപയോഗിക്കുക. എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഒന്നില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്നത് സെലക്ട് യുവർ കാറ്റഗറി എന്നാണ് ചോദിക്കുന്നത്. സെലക്ട് യുവർ കാറ്റഗറി എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് സെലക്ട് യുവർ എക്സാം ചോദിക്കും, അതിൽ കേരള സെലക്ട് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനൊരു പേജ് വരും. അപ്പോൾ ഇവിടെ ഡെയിലി ക്വിസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ക്വിസസ് ഒക്കെ ചെയ്യാം. ഇങ്ങനൊരു പേജിൽ ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോറിൽ നമ്മളൊന്ന് പോവുക. സ്റ്റോറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ സ്റ്റോറിൽ പോകുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ മെഗാ പാക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് കണ്ടോ, ഡബിൾ വാലിഡിറ്റി 24 മാസത്തേക്കാണ്. ഇന്ന് പർച്ചേസ് ചെയ്താൽ 24 മാസത്തേക്ക് എല്ലാ കോഴ്സും നമുക്ക് ആക്സസ് ചെയ്യാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ പർച്ചേസ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം പ്രത്യേകിച്ച് നോക്കണം, 6 months ഉണ്ട്, 12 months ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഓഫർ ആയതുകൊണ്ട് 6+6 അതുപോലെ തന്നെ 12+12 കാണിക്കും. നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് 12+12 തന്നെ ആയിരിക്കും കേട്ടോ. കാരണം 24 മാസത്തേക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിലൂടെ ഇതൊരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 1000 മണിക്കൂർ എന്ന് പറയുന്നത് ചുരുങ്ങിയതാണ്, മിനിമം ആണ്. അതിൽ കൂടുതൽ, കാരണം PSCയും SSCയും എല്ലാ RRBയും ബാങ്കും ഹൈക്കോർട്ടും എല്ലാം നമുക്ക് മെഗാ പാക്കിൽ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് 14,267 ടെസ്റ്റ് സീരീസ് ആണ്. എല്ലാ ഗ്രൂപ്പിലും നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് കിട്ടും. 1829 ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടും. കാരണം എല്ലാതും കിട്ടുമല്ലോ. അപ്പോൾ അത്രയും ബുക്കുകൾ നിങ്ങളിലേക്ക് കിട്ടുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ 89 എക്സ്ട്രാ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഇനി പർച്ചേസ് ചെയ്യുന്നവർ ഇന്നിപ്പോൾ നമ്മൾ നല്ലൊരു പ്രൈസ് ഡ്രോപ്പ് ആണ് ഉള്ളത് കേട്ടോ. 4,899 ആണ്. പക്ഷെ ഇതിൽ കുറച്ചും കൂടി എമൗണ്ട് കുറയും. ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുത്തിട്ട് മുകളിലത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്യണം. എന്നിട്ട് ഇവിടെ Y681 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കണം. Y681 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം.
അപ്ലൈ ചെയ്യുമ്പോൾ 4768. അപ്പം ഞാൻ ഉപയോഗിച്ച കൂപ്പൺ കോഡ് Y681 ആണ്. ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് 4768 രൂപയ്ക്ക് നിങ്ങൾക്ക് 24 മാസത്തേക്ക് എല്ലാ എക്സാമിനും പഠിക്കാം. അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. തുടക്കക്കാർക്കല്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പാക്കാണ് ഇത്. എപ്പോഴും ഈ ഓഫർ ഉണ്ടാവില്ല. ഇനി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണെങ്കിൽ അന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഓഫർ ഉണ്ടാവണമെന്നില്ല. 1 ഇയർ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ സെയിൽ ആയതുകൊണ്ടാണ് ഇപ്പോൾ തുടക്കം എന്ന് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ സെയിൽ ആയതുകൊണ്ടാണ് ഇന്ന് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. ബൈ.